ഹലോ നമസ്കാരം ഗൈസ്, എൻ്റെ പേര് അസീം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ നമുക്കെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള ആഹാരത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിനോട് താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു ചെറിയ സ്നാക്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിൽ ഒരു ചെറിയ ഒരു കഫ്റ്റീരിയയെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം അതിനൊരു 40 വർഷം പഴക്കമുണ്ട്. ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ചേട്ടൻ്റെ മക്കളായ 3 പേരാണ്. ഒരു ഡാമി, പോൾ, ആൻ്റണി. ഈ 3 ബ്രദേഴ്സാണ് ആ കഫ്റ്റീരിയ നടത്തുന്നത്. അത് ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത്. കഫ്റ്റീരിയയുടെ പേര് തന്നെ ഒരു പ്രത്യേകതയാണ്. ഷെൽ ബ്രിഡ്ജ് കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. രാവിലെ 6-6:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. പൊറോട്ട ഇല്ലാത്ത ഒരു ചെറിയ കഫ്റ്റീരിയയാണ്. കേരളത്തിലെ പൊറോട്ട ഇല്ലാത്ത ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള മലയാളികൾ ബീഫും പൊറോട്ടയുടെ ആശാന്മാരാണ്. അപ്പം പൊറോട്ട ഇല്ലാത്ത ഒരു കഫ്റ്റീരിയ, അതും കൊച്ചിയിൽ. അത് ഈ സഹോദരന്മാരുടെ പരമ്പരാഗതമായ ഈ ചെറിയ കഫ്റ്റീരിയയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ അവിടുത്തെ സമൂസയാണ്, മീറ്റ് സമൂസ. അതാണ് ഏറ്റവും നല്ല. എല്ലാം ഉണ്ട്. പാലപ്പം ഉണ്ട്. മീൻസ് കൊച്ചിയിലെ പാലപ്പം എന്ന് പറഞ്ഞാൽ വെള്ളയപ്പം, ഇടിയപ്പം, ഇഡ്ഡലി. അതിൻ്റെ കൂട്ടത്തിൽ വെജുകളാണ്, നോൺ വെജില്ല. അതുപോലെ തന്നെ വൈകിട്ട് 6:30 മണി വരെ ഉണ്ട്. ഞായറാഴ്ച ഒരു 12 മണി വരെ ഉള്ളൂ. 11-12 മണി വരെ ഉള്ള തരാം. ഞായറാഴ്ച 12 മണി ഇഷ്ടം അവധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആ സമൂസയെക്കുറിച്ചാണ്. അവിടുത്തെ സമൂസ കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും കഴിക്കില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആ സമൂസ. അതിനകത്ത് വലിയ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും ആ മസാലയുടെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വർഷങ്ങളായിട്ട് എറണാകുളത്ത് പോകുമ്പം നേരെ ഫോർട്ട് കൊച്ചി ചെന്ന് ഈ ഡാമിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ നേരെ അവിടെ ചെന്ന് സമൂസ എന്നെ സംബന്ധിച്ചൊരു 5-6 ഞാൻ കഴിക്കും. നല്ല ചായ. ഇതാണ് എൻ്റെ സമൂസയുടെ പ്രത്യേകത. അപ്പം നല്ല സമൂസ വേണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിങ്ങൾ നമ്മൾ പറഞ്ഞു വന്ന സമൂസയെക്കുറിച്ചാണ് ഫ്രണ്ട്സ്. അപ്പം ആ ഒരു സമൂസ എന്ന് പറഞ്ഞാൽ നല്ല മുരിഞ്ഞ സമൂസ, ക്രിസ്പിയാണ് സമൂസ. അത് നമ്മൾ പല്ലൊന്നും പോകത്തില്ല. ക്രിസ്പി എന്ന് പറഞ്ഞാൽ തളതാന്നിരിക്കത്തില്ല, തളാന്ന് പോകത്തില്ല. നല്ല ക്രിസ്പി, പല്ലിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇച്ചിരി സലാഡും കൊണ്ടുണ്ടെങ്കിൽ, നമ്മുടെ സലാഡ് എന്ന് പറഞ്ഞാൽ വിനീഗർ ഇട്ട് ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇച്ചിരി മുളകും തക്കാളിയും കൂടെ വീട്ടിൽ അരിഞ്ഞിട്ട് പാഴ്സൽ കൊണ്ടുപോയി. ഈ ഹോട്ടലിൽ സലാഡില്ല. നമ്മൾ വീട്ടിലോട്ട് പാഴ്സൽ മേടിക്കുമ്പോൾ മറ്റുള്ള വീട്ടുകാർക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ പാഴ്സൽ മേടിക്കും. വീട്ടിൽ പ്രത്യേകം നമ്മുടെ അമ്മയോടോ സഹോദരിയോടോ ഭാര്യയോടോ പറയണം, ഇങ്ങനെ ഇച്ചിരി സലാഡും കൂടെ വെക്കാൻ പറയാം. ഈ സമൂസ കൊണ്ടുവരിക, അത് തുറക്കുക, സമൂസ ഇങ്ങനെ എടുക്കുക. എടുക്കുമ്പോൾ തന്നെ നമുക്ക് വായിക്കാത്ത വെള്ളം വരും. അതിങ്ങനെ എടുത്തിട്ട് ഒരെണ്ണം ഒടിക്കുക, സലാഡിൽ മുക്കുക, കഴിക്കുക. ഒരു മിനിമം ഒരു നല്ലൊരുമാതിരി ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു മിനിമം ഒരു 10 സമൂസയെങ്കിലും പറ്റി പോകും. ഞാനൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്ടമാണെങ്കിൽ ഇപ്പം കൺട്രോളില്ല പോകുന്നതുകൊണ്ട് ഒരു 3-4 വരെ കൊതി കൊണ്ട് എടുക്കും. അപ്പം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ബെസ്റ്റ് ട്രൈ ഒന്ന് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് എറണാകുളത്ത് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സമൂസ ഒന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഫോട്ടോസായിട്ടാണ് ഇടുന്നത്. പിന്നെ ആ ഓണറിൻ്റെ ഡാമിയുടെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് അതിനകത്ത് കാണും. അപ്പം ശരിയല്ലേ, ഇനിയിപ്പോൾ അടുത്ത ഒരു ഫുഡി എന്തെങ്കിലുമായിട്ട് കേരളത്തിൻ്റെ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരെ വണക്കം.